ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചലഞ്ചർ ആപ്പ്. ഞാൻ രാജേശ്വരി വിനോദ്. ഇന്നത്തെ ക്ലാസ്സിൽ മോർണിംഗ് ചലഞ്ചിലെ മറ്റൊരു സെഷനുമായിട്ടാണ് നമ്മൾ കാണുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്ന് നോക്കാം. ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. CCE സംസ്ഥാനത്ത് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ സംസ്ഥാനത്ത് നിലവിൽ വന്ന വർഷം എന്നാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഈ CCE? നമുക്കറിയാം, കുട്ടികളുടെ സമഗ്ര വികാസം നിർണയിക്കാൻ ഉപയോഗിക്കുന്ന എന്താണ് മൂല്യനിർണയ ഉപാധിയാണ് CCE എന്ന് പറയുന്നത്. ഓക്കെ, അതായത് സംരചനാ മൂല്യനിർണയവും നമ്മൾ പഠിച്ചിട്ടുണ്ട് ആത്യന്തിക മൂല്യനിർണയവും, അല്ലെ? സംരചനാ മൂല്യനിർണയം എന്ന് വെച്ചാൽ എന്താണ്? ഫോർമേറ്റീവ് അസസ്മെന്റ്. ഒരു ക്ലാസ് മുറിയിൽ അധ്യാപകൻ പഠിപ്പിക്കുന്ന സമയത്ത് കുട്ടികളോട് ചോദ്യങ്ങൾ ചോദിച്ച് അധ്യാപകനും കുട്ടിക്കും ഒരേപോലെ ഫീഡ്ബാക്ക് കിട്ടുന്ന മൂല്യനിർണയ രീതിയാണ് സംരചനാ മൂല്യനിർണയം അഥവാ ഫോർമേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. എന്താണ് ആത്യന്തികം എന്ന് വെച്ചാൽ ഒരു കുട്ടിക്ക് പ്രമോഷൻ നൽകുന്നതിന് വേണ്ടി നടത്തുന്ന മൂല്യനിർണയ രീതിയാണ് സബ്മേറ്റീവ് ഇവാലുവേഷൻ അഥവാ ആത്യന്തിക മൂല്യനിർണയം. ഇത് രണ്ടും കൂടി ചേർന്നതാണ് CCE എന്ന് പറയുന്നത്, അതായത് കണ്ടിന്യൂസ് കോംപ്രിഹെൻസീവ്. അപ്പം നിരന്തരമായ മൂല്യനിർണയത്തിലൂടെ കുട്ടിയുടെ ഫോർമേറ്റീവും ആയിട്ടുള്ള കാര്യങ്ങളെയും സ്കോളസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളെയും കോസ്കോളസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളെയും, അതായത് സ്കൂൾ പാഠ്യമല്ലാതെ പാഠ്യേതര കാര്യങ്ങളെയും എല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മൂല്യനിർണയ രീതിയാണ് CCE, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അത് നിലവിൽ വന്ന വർഷം എന്ന് പറയുന്നത് 2013-14 കാലഘട്ടങ്ങളിലാണ്. ഓക്കെ, പഠിച്ചു വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പേഴ്സണലൈസ്ഡ് സിസ്റ്റം ഓഫ് ഇൻസ്ട്രക്ഷൻ. വ്യക്തിഗത ബോധന സമ്പ്രദായത്തിന് പറയുന്നത് പേഴ്സണലൈസ്ഡ് സിസ്റ്റം ഓഫ് ഇൻസ്ട്രക്ഷൻ. വ്യക്തിഗത ബോധന സമ്പ്രദായത്തിന്റെ മറ്റൊരു പേര് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നു. FS കെല്ലർ ആണ്. സോ ഇവിടെ എന്തെന്ന് പറയാം? കെല്ലർ പ്ലാൻ എന്ന് പറയാം. വ്യക്തിഗത ബോധന സമ്പ്രദായത്തിന്റെ മറ്റൊരു പേരെന്താണെന്ന് ചോദിച്ചാൽ കെല്ലർ പ്ലാൻ എന്ന് പറയാനായിട്ട് സാധിക്കും. വ്യക്തിഗത ബോധന സമ്പ്രദായത്തിന് മറ്റൊരു പേരാണ് കെല്ലർ പ്ലാൻ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഏറ്റവും പഴക്കം ചെന്ന മനഃശാസ്ത്ര പഠന രീതി. ഇത് നമ്മൾ ഏതോ ഒരു ക്വസ്റ്റ്യനെ കണ്ടിട്ടുണ്ട്. മനഃശാസ്ത്ര പഠന രീതികൾ 5 എണ്ണം: ആത്മപരിശോധനാ രീതി, നിരീക്ഷണ രീതി, പരീക്ഷണ രീതി, സർവേ രീതി, ചികിത്സാ രീതി. ഇത്രയുമാണ് മനഃശാസ്ത്ര പഠന രീതികൾ. അതിൽ ഏറ്റവും ആദ്യത്തേതെന്ന് പറയുന്നത് ബോധമണ്ഡലത്തിലെ അനുഭവങ്ങൾ പഠിക്കാൻ വേണ്ടി വില്യം വൂണ്ട് ആവിഷ്കരിച്ച പരിശോധനാ രീതി അല്ലെങ്കിൽ മനഃശാസ്ത്ര രീതിയാണ് ആത്മപരിശോധനാ രീതി. അപ്പൊ ഏറ്റവും പഴക്കം ചെന്ന മനഃശാസ്ത്ര പഠന രീതി ഏതാണെന്ന് ചോദിച്ചാൽ ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് അഥവാ ആത്മപരിശോധനാ രീതി. ആത്മപരിശോധനാ രീതി ആരുടേതാണ്? വില്യം വൂണ്ടിൻ്റെതാണ് കേട്ടോ. ബോധമണ്ഡലങ്ങളിലെ അനുഭവങ്ങൾ പഠിക്കാൻ വില്യം വൂണ്ട് ആവിഷ്കരിച്ച മനഃശാസ്ത്ര രീതിയാണ് ആത്മപരിശോധനാ രീതി എന്ന് പറയുന്നത്. SCERT നിലവിൽ വന്ന വർഷം ഏതാണ്? 1994 SCERT നിലവിൽ വന്നത്. എന്താണ്? സംസ്ഥാന തലത്തിൽ കരിക്കുലത്തിനെയും സിലബസിനെയും ഒക്കെ തയ്യാറാക്കുക, അധ്യാപകർക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കുക, ക്ലാസ് മുറിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കത്തക്ക രീതിയിലുള്ള പ്രൊജക്റ്റുകൾ വെരിഫൈ ചെയ്യുക. ഇങ്ങനെ SCERTയുടെ അണ്ടറിൽ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് കടമകളുണ്ട്. ആ SCERT നിലവിൽ വന്നത് NCERTക്ക് സമാന്തരമായി സംസ്ഥാന തലത്തിൽ നിലവിൽ വന്നതാണ് SCERT എന്ന് പറയാനായിട്ട്. അധ്യാപക വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അധ്യാപക വിദ്യാഭ്യാസത്തിനെ ലീഡ് ചെയ്യുന്നത് SCERT ആണ്. 1994 നിലവിൽ വന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്കാരം മനോവികാസത്തിന് സ്വാധീനം ചെലുത്തുന്നു. ഈ വിദ്യാഭ്യാസവുമായിട്ട് റിലേറ്റ് ചെയ്ത് സാംസ്കാരിക കാര്യങ്ങളെ കണക്ട് ചെയ്ത് പറഞ്ഞിരിക്കുന്ന 2 വ്യക്തികളാണ്, ഒന്ന് ബ്രൂണറും ഒന്ന് വൈഗോട്സ്കിയും. അതുകൊണ്ട് അവരുടെ 2 കേസും പഠിക്കുമ്പോൾ നമ്മൾ അർത്ഥപൂർണമായി തന്നെ പഠിച്ചു വയ്ക്കുക കേട്ടോ. സംസ്കാരം മനോവികാസത്തിന്, ഇത് കാണാതെ പഠിച്ചു വയ്ക്കുക. ഇതൊരു അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായത്തിൽ പറയുന്ന കാര്യമാണ്. സോ കാണാതെ പഠിച്ചു വയ്ക്കണം. സംസ്കാരം മനോവികാസത്തിന് സ്വാധീനം ചെലുത്തുന്നു എന്ന് പറഞ്ഞത് ആരാണ്? ബ്രൂണർ ആണ്. ഓക്കെ, ബ്രൂണർ. ഇദ്ദേഹത്തിന്റെ സംഭാവനകൾ എന്തൊക്കെയാണ് മക്കളെ? ചാക്രികാരോഹണ രീതി. ഓക്കെ, ചാക്രികാരോഹണ രീതി അദ്ദേഹം വിദ്യാഭ്യാസ മേഖലയ്ക്ക് നൽകിയ സംഭാവനയാണ്. കൂടാതെ ആശയാധാന മാതൃക അദ്ദേഹം നൽകിയ സംഭാവനയാണ്.
കണ്ടെത്തൽ പഠനം അദ്ദേഹത്തിന്റെ കോൺസെപ്റ്റ് ആണ്, ബ്രൂണറുടെ കോൺസെപ്റ്റ് ആണ് കണ്ടെത്തൽ പഠനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കണ്ടെത്തൽ പഠനം, ചാക്രികാരോഹണ രീതി, ആശയാധാന മാതൃക, ഇതൊക്കെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് സംഭാവന നൽകിയ വ്യക്തിയാണ് ബ്രൂണർ. സംസ്കാര മനോവികാസത്തിന് സ്വാധീനം ചെലുത്തുന്നു എന്ന് പറഞ്ഞ വ്യക്തിയും ജെറോം എസ് ബ്രൂണർ ആണ്. കേരള വിദ്യാഭ്യാസ നിയമം അഥവാ KER നിലവിൽ വന്ന്, കേരള എഡ്യൂക്കേഷൻ റൈറ്റ് അഥവാ കേരള വിദ്യാഭ്യാസ നിയമം നിലവിൽ വന്നത് 1959 കേരള വിദ്യാഭ്യാസ നിയമം നിലവിൽ വന്ന വർഷം 1959 പഠിച്ചു വെക്കണേ, ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് കർട്ട് ലെവിന്റെ ക്ഷേത്ര സിദ്ധാന്തം. കർട്ട് ലെവിന്റെ സിദ്ധാന്തം അറിയപ്പെടുന്നത് ക്ഷേത്ര സിദ്ധാന്തം അഥവാ ഫീൽഡ് തിയറി എന്നാണ്. ഫീൽഡ് തിയറി, കർട്ട് ലെവിന്റെ ക്ഷേത്ര സിദ്ധാന്തം ഫീൽഡ് തിയറി അഥവാ ക്ഷേത്ര സിദ്ധാന്തം എന്നാണ് അറിയപ്പെടുന്നത്. ഇനി കർട്ട് ലെവിന്റെ ക്ഷേത്ര സിദ്ധാന്തത്തിൽ പറയുന്നതാണ് B = F × PE എന്ന കോൺസെപ്റ്റ്. ഇതിൽ B എന്ന് പറയുന്നാൽ ബിഹേവിയർ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി, ബിഹേവിയർ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ആണ് B എന്ന് പറയുന്നത്. F എന്ന് പറഞ്ഞാൽ ഫങ്ഷനിങ്, F എന്ന് പറഞ്ഞാൽ ഫങ്ഷനിങ്, P ഫോർ പേഴ്സൺ ആൻഡ് E ഫോർ എൻവയോൺമെന്റ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് കർട്ട് ലെവിന്റെ ക്ഷേത്ര സിദ്ധാന്തത്തിലെ കേന്ദ്ര ബിന്ദു ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. പക്ഷെ നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചു. കർട്ട് ലെവിന്റെ അഭിപ്രായത്തിൽ ഒരു വ്യക്തിയുടെ ലൈഫ് സ്പേസിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ പറയുന്നത് കർട്ട് ലെവിന്റെ ക്ഷേത്ര സിദ്ധാന്തത്തിൽ അദ്ദേഹം പറയുന്നത് വ്യക്തിയും അയാളുടെ എൻവയോൺമെന്റും തമ്മിലുള്ള ഒരു ഫങ്ഷനിങ് ആണ് എന്തെന്ന് പറയുന്നത്, ഈ വ്യക്തിത്വം അഥവാ ബിഹേവിയർ എന്ന് പറയുന്നത്. അപ്പൊ കർട്ട് ലെവിന്റെ ക്ഷേത്ര സിദ്ധാന്തത്തിലെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് വ്യക്തി തന്നെയാണ്, വ്യക്തി തന്നെയാണ് എന്ന് പഠിച്ചു വെക്കാം. ഗ്രേഡിംഗ് സമ്പ്രദായം അനുസരിച്ച് ആദ്യമായി SSLC പരീക്ഷ നടന്ന വർഷം 2005 ഗ്രേഡിംഗ് സമ്പ്രദായം അനുസരിച്ച് ആദ്യത്തെ SSLC പരീക്ഷ നടന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ കുഞ്ഞുങ്ങളെ, PYQല് വന്നതാണ്. ഗ്രേഡിംഗ് സമ്പ്രദായം അനുസരിച്ച് ആദ്യത്തെ SSLC പരീക്ഷ നടന്ന വർഷം എന്ന് പറയുന്നത് 2005. ജനിക്കുമ്പോൾ ശിശുവിന്റെ മനസ്സ് വെള്ളക്കടലാസ് പോലെ സംക്ഷിപ്തമാണെന്നും പഞ്ചേന്ദ്രിയങ്ങളാണ് അതിലേക്ക് ബിംബങ്ങൾ ആലേഖനം ചെയ്യുന്നത് എന്നും അഭിപ്രായപ്പെട്ടത് ആരാണ്? ജോൺ ലോക്കാണ്. ഇതിങ്ങനെ തന്നെ പഠിച്ചുകൊണ്ട് വയ്ക്കുക. ഒരുപാട് എക്സാമുകളിൽ ചോദിച്ചിറങ്ങിയ ഒരു ക്വസ്റ്റ്യൻ ആണിത്. ജനിക്കുമ്പോൾ ശിശുവിന്റെ മനസ്സ് വെള്ളക്കടലാസ് പോലെ സംശുദ്ധമാണെന്നും പഞ്ചേന്ദ്രിയങ്ങളാണ് അതിലേക്ക് ബിംബങ്ങൾ ആലേഖനം ചെയ്യുന്നത് എന്നും അഭിപ്രായപ്പെട്ട വ്യക്തി ജോൺ ലോക്ക് ആണെന്ന് പഠിച്ചു വയ്ക്കാം. ആൻഡ് നെക്സ്റ്റ് വൺ, വിദ്യാഭ്യാസ കമ്മീഷനുകളുടെ മാഗ്ന കാർട്ട പഠിച്ചു വെക്കണം. വിദ്യാഭ്യാസ കമ്മീഷനുകളുടെ മാഗ്ന കാർട്ട എന്ന് വിളിക്കുന്ന കമ്മീഷനാണ് കോത്താരി കമ്മീഷൻ എന്ന് പറയുന്നത്. വിദ്യാഭ്യാസ കമ്മീഷനുകളുടെ മാഗ്ന കാർട്ടയാണ് കോത്താരി കമ്മീഷൻ എന്ന് പറയുന്നത്. മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണ് എന്ന് പറഞ്ഞ തത്വചിന്തകൻ ആരാണ്? മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണ് എന്ന് പറഞ്ഞ തത്വചിന്തകൻ ആരാണ്? അരിസ്റ്റോട്ടിലാണ്. മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണ് എന്ന് പറഞ്ഞ തത്വചിന്തകൻ അരിസ്റ്റോട്ടിലാണ്. മനുഷ്യൻ ഒരു തത്വചിന്തകനാണ് കേട്ടോ, സൈക്കോളജിസ്റ്റ് അല്ല, തത്വചിന്തകൻ. മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണ് എന്ന് പറഞ്ഞ തത്വചിന്തകൻ ഫിലോസഫർ ആണ്, അരിസ്റ്റോട്ടിലാണ്. എപ്പിസ്റ്റമോളജി എന്ന് വെച്ചാൽ എന്താണ്? എപ്പിസ്റ്റമോളജി, എപ്പിസ്റ്റമോളജി എന്ന് വെച്ചാൽ അറിവിനെ കുറിച്ചുള്ള പഠനത്തിനെയാണ്. അറിവിനെ കുറിച്ചുള്ള പഠനം, അറിവിനെ കുറിച്ചുള്ള പഠനമാണ് എപ്പിസ്റ്റമോളജി എന്ന് പറയുന്നത്. അറിവിനെ കുറിച്ചുള്ള പഠനം എപ്പിസ്റ്റമോളജി എന്ന് പറയുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഓടിപ്പോയി ഒന്ന് നോക്കിയിട്ട് വരാം. ഒന്ന് റീകോൾ ചെയ്യണേ, ഒന്ന് കൂടെ ഇരുന്ന് റീകോൾ ചെയ്യുക. CCE സംസ്ഥാനത്ത് നിലവിൽ വന്നത് 2013-14 വർഷങ്ങളിലാണ്. വ്യക്തിഗത ബോധന സമ്പ്രദായത്തിന്റെ മറ്റൊരു പേരാണ് കെല്ലർ പ്ലാൻ. FS കെല്ലർ ആണ് ഇതിന്റെ വക്താവ് എന്ന് പറയുന്നു. പേഴ്സണലൈസ്ഡ് സിസ്റ്റം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്നാണ് വ്യക്തിഗത ബോധന സമ്പ്രദായത്തിന് ഇംഗ്ലീഷിൽ പറയുക. FS കെല്ലർ ആണ് ഇതിന്റെ വക്താവ്. കെല്ലർ പ്ലാൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അടുത്തതാണ് ഏറ്റവും പഴക്കം ചെന്ന മനഃശാസ്ത്ര പഠന രീതിയാണ് ആത്മപരിശോധനാ രീതി. SCRT നിലവിൽ വന്നത് 1994 പഠിച്ചു വെക്കുക. സംസ്കാര മനോവികാസത്തിന് സ്വാധീനം ചെലുത്തുന്നു എന്ന് പറഞ്ഞത് ബ്രൂണർ ആണ്. കണ്ടെത്തൽ പഠനം, ചക്രികാരോഹണ രീതി, ആശയാധാന മാതൃക ഇതൊക്കെ ബ്രൂണറുമായി ബന്ധപ്പെട്ട ആശയങ്ങളാണ്. കേരള വിദ്യാഭ്യാസ നിയമം അഥവാ KER നിലവിൽ വന്നത് 1959 എന്ന് പഠിച്ചു വെക്കുക. കർട്ട് ലെവിന്റെ ക്ഷേത്ര സിദ്ധാന്തത്തിലെ കേന്ദ്ര ബിന്ദു വ്യക്തിയാണ്. ഗ്രേഡിംഗ് സമ്പ്രദായം അനുസരിച്ച് ആദ്യമായി SSLC പരീക്ഷ നടന്ന വർഷം എന്നാണ്? 2005 പഠിച്ചു വെക്കുക. ജനിക്കുമ്പോൾ ശിശുവിന്റെ മനസ്സ് വെള്ളക്കടലാസ് പോലെ സംശുദ്ധമാണെന്നും
പഞ്ചേന്ദ്രിയങ്ങളാണ് അതിൽ ബിംബങ്ങൾ ആലേഖനം ചെയ്യുന്നത് എന്നും അഭിപ്രായപ്പെട്ടത് ജോൺ ലോക്ക് ആണ് എന്ന് പഠിച്ചു വെക്കുക. വിദ്യാഭ്യാസ കമ്മീഷനുകളുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് കോത്താരി കമ്മീഷൻ ആണ്. മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണെന്ന് പറഞ്ഞ തത്വചിന്തകൻ അരിസ്റ്റോട്ടിലാണ്. എപ്പിസ്റ്റമോളജി എന്ന് വെച്ചാൽ അറിവിനെ കുറിച്ചുള്ള പഠനമാണ്. ഓക്കെ ഡിയേഴ്സ്, ഈ തവണ ഫിലോസഫി ഭാഗത്തുനിന്ന് കുറച്ചും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ലാസ്റ്റ് ടൈമും വന്നിട്ടുണ്ട്. അത് എഴുതി വെച്ച് കാണാതെ പഠിക്കുക എന്നുള്ളതേ നിവൃത്തിയുള്ളൂ. അപ്പം അങ്ങനെ തന്നെ പഠിച്ചു പോട്ടെ, കുഴപ്പമില്ല. നമ്മൾ നേരത്തെ തുടങ്ങിയല്ലോ, അപ്പം നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു സമയമുണ്ട്. അപ്പോൾ ഡിയേഴ്സ്, മറ്റൊരു ക്ലാസ്സുമായി കാണാം. താങ്ക് യു.